നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ സംസ്ഥാനത്ത് ഒട്ടനവധി കാർഡുകൾ നിലവിൽ തന്നെയുണ്ട്. ആധാർ കാർഡുണ്ട്, ചികിത്സാ കാർഡുകളുണ്ട്, ഇശ്രം കാർഡുകളുണ്ട്, ഐഡൻറ്റിറ്റി കാർഡുകളുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്ഥാന സർക്കാർ രാജ്യത്ത് ആദ്യമായിട്ട് നമ്മളുടെ കൃഷിഭൂമിക്ക്, നമ്മളുടെ സ്ഥലത്തിന് ഒരു കാർഡ് വിതരണം ചെയ്യാൻ പോവുകയാണ്. ഡിജിറ്റൽ റവന്യൂ കാർഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് അല്ലെങ്കിൽ ഭൂമി കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം കാർഡ് നമ്മളുടെ കൃഷിഭൂമിക്ക് വേണ്ടി, നമ്മുടെ സ്ഥലത്തിന് വേണ്ടിയുള്ള ഒരു പ്രധാന കാർഡായിട്ട് 2026 ജനുവരി മാസം മുതൽ വിതരണം ആരംഭിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, അതോടൊപ്പം തന്നെ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ആപ്തവാക്യവുമായിട്ട് നമ്മളുടെ സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജുകൾക്ക് മുൻഗണന നൽകിയാണ് ആദ്യഘട്ടത്തിൽ അവിടെയുള്ള ഭൂ ഉടമകൾക്ക് ഇത്തരത്തിൽ കാർഡ് വിതരണം ചെയ്തു തുടങ്ങുന്നത്. നമ്മളുടെ വീടും സ്ഥലവുമായിട്ടിരിക്കുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ വീട് മാത്രമുള്ളവർ, അതോടൊപ്പം തന്നെ കൃഷിഭൂമി തനിയുള്ളവർ, അതോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥലത്തിൽ എന്തെങ്കിലുമൊക്കെ കെട്ടിടങ്ങളുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ പ്രോപ്പർട്ടി കാർഡുകളുടെ വിതരണം ചെയ്യുന്നതായിരിക്കും. ഈ പ്രോപ്പർട്ടി കാർഡിൽ ഈ ആധാർ കാർഡിന് സമമായിട്ടുള്ള പ്രത്യേകതരം സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ക്രമീകരിക്കുകയും ചെയ്യും. QR കോഡ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആധാർ നമ്പർ പോലെ ഇതിൻ്റെ ഒരു പ്രത്യേക, നമ്മുടെ കൃഷിഭൂമി തിരിച്ചറിയുന്നതിന് വേണ്ടി പ്രത്യേക നമ്പർ ക്രമീകരണവും ഉണ്ടായിരിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇതൊരു നമ്മളുടെ സിമ്മ് പോലുള്ള ഒരു പ്രത്യേക ചിപ്പ് കൂടി ഇതിൽ ഘടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ഇത് പരിശോധിച്ച് കഴിയുമ്പോൾ ഈ കൃഷി സ്ഥലത്തിൻ്റെ ഉടമ, അത് ഭൂവുടമ ആരാണ് എന്നും അത് ഏത് സർവേ നമ്പറിൽ, ഏത് ബ്ലോക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള സബ് ഡിവിഷൻ നമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ സ്ഥലത്തിൻ്റെ നിലവിലുള്ള ലൊക്കേഷൻ സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്ഥലത്തിൻ്റെ വിസ്തൃതി എത്രയാണ്, അതിന് എത്രയാണ് നമ്മൾ നികുതി അടയ്ക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ഒട്ടനവധി, അതായത് ഭൂ ഉടമയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഈ ഒരു കാർഡിലേക്ക് തന്നെയാണ് വിവിധ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതും. നമ്മളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി രേഖകളുണ്ടാകും. നമ്മളുടെ ബാധ്യത സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കൈവശാവകാശ രേഖ പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളും ഈ ഒരു കാർഡിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഓരോ ആവശ്യത്തിനും നമ്മൾ എത്തുമ്പോൾ ഈ കാർഡ് സമർപ്പിച്ച് കഴിഞ്ഞാൽ, അതായത് ആധാരവും പട്ടയവും അല്ലെങ്കിൽ നികുതി രസീതിൻ്റെ കോപ്പി ഇതൊക്കെ ആയിട്ട് നമ്മൾ ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ സർവീസ് സെൻ്ററിലായിക്കോട്ടെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലേക്കായിക്കോട്ടെ, ഈ ഒരു സേവനങ്ങൾക്ക് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സേവനങ്ങളും എത്തിച്ചേരുമ്പോൾ ഈ കാർഡ് നമ്മൾ സമർപ്പിച്ചാൽ മതി. അതിലെല്ലാ വിവരങ്ങളും കൃഷിസ്ഥലത്തെ സംബന്ധിച്ചും ഭൂവുടമയെ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടാകും. അങ്ങനെ നമുക്ക് ബന്ധപ്പെട്ട സേവനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, ഒരേ വർഷം തന്നെ ആവശ്യമായിട്ട് വരുന്ന ഒരേ ഡോക്യുമെൻറ്റുകളുണ്ടാകും. അത്തരം ഡോക്യുമെൻറ്റുകളെല്ലാം തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാർഡിലൂടെ ക്രമീകരിക്കുകയും ചെയ്യുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇത് നിലവിൽ വിതരണം ചെയ്യുന്നത് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകിയായിരിക്കും കാർഡുകൾ വിതരണം ചെയ്യുക. അതിനുശേഷം മറ്റെല്ലാ മേഖലകളിലേക്കും റീസർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് വിതരണം ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ കൃഷിഭൂമിയെ സംബന്ധിച്ച വിവരങ്ങൾ മാത്രമാണ് എങ്കിൽ പിന്നീട് ഇതൊരു മാസ്റ്റർ കാർഡ് എന്ന രീതിയിലേക്ക്, അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ ഉള്ളതിന് സമമായിട്ടുള്ള ഒരു പ്രത്യേക കാർഡായിട്ട്, ഒരു സ്മാർട്ട് കാർഡായിട്ട് ഇത് മാറ്റപ്പെടും. പിന്നീട് റേഷൻ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ വാഹന സംബന്ധം, നമ്മുടെ വീട്ടിലുള്ള വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, നമ്മളുടെ കുടുംബാംഗങ്ങളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം തന്നെ ഈ ഒറ്റ കാർഡിലേക്ക് രേഖപ്പെടുത്തുന്ന സംവിധാനം ആശുപത്രികളിൽ ചികിത്സകൾക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാം ഈ കാർഡ് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് സ്മാർട്ട് കാർഡ് എന്ന രീതിയിൽ ഇത് ഭാവിയിൽ മാറ്റപ്പെടുകയും ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വലിയൊരു മാറ്റം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 2026 ജനുവരി മാസം മുതലാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.